ചേട്ടാ, പാർലമെന്റിലാണെങ്കിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒറ്റ പേരിലാണ് ജോർജ് സോറസ് എന്ന് പറയുന്ന ആൾ. ആരാണ് ജോർജ് സോറസ്? ജോർജ് സോറസ് ഒരു അമേരിക്കൻ ബിസിനസ്സുകാരനാണ്. നമ്മുടെ വാരൻ ബഫറ്റിനെ പോലെയൊക്കെ ഒരു ഇൻവെസ്റ്ററാണ്. അയാൾ 93 വയസ്സുള്ള ഒരു വൃദ്ധനാണ്. പക്ഷേ ഇയാള് ഒരു $8.1 ബില്യൺ ആസ്തിയുള്ള ആളാണ്. ഇത് കണക്കിൽപ്പെടാത്തത് ഒരുപാടുണ്ട്. ഇദ്ദേഹത്തിന് ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ എന്നൊരു പേരിലൊരു ഫൗണ്ടേഷൻ ഉണ്ട്. ഇദ്ദേഹം ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദം ഇവര് ജനാധിപത്യത്തെ ശക്തമാക്കുക, മറ്റു രാജ്യങ്ങളിൽ ഇടപെട്ട് അവിടുത്തെ മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ നടത്തുക, ഇതൊക്കെയാണ് ഇവരുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത്. ബേസിക്കലി ഇയാള് ആന്റി BJP ആണ്, ആന്റി മോദിയാണ്. BJP അസ്ഥിരപ്പെടുത്താൻ, ഇന്ത്യ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താൻ ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്യണുണ്ട് എന്ന് JP നഡ്ഡ, BJPയുടെ പ്രസിഡന്റ് JP നഡ്ഡ പാർലമെന്റിൽ ഉന്നയിച്ചു. അപ്പോൾ കോൺഗ്രസുമായിട്ട് ബന്ധമുണ്ടെന്നാണ് JP നഡ്ഡ പറയുന്നത്. അതെ, JP നഡ്ഡ പറയുന്നത് ഇദ്ദേഹത്തിന് ഗാന്ധി ഫാമിലി, സോണിയാഗാന്ധി ആയിട്ട് ബന്ധമുണ്ടെന്ന് സംസാരിച്ചു. അപ്പോൾ കോൺഗ്രസ് നാച്ചുറലി അതിനെ എതിർത്തു. അപ്പൊ പാർലമെന്റ് നടപടികൾ ഒരുപാട് സ്തംഭിച്ചു ഇതിന്റെ പേരിൽ. അതാണ് ബേസിക്കലി ഇപ്പോ ജോർജ് സോറസ് ഈ വാർത്തകളിൽ വരാനുള്ള കാരണം. അതാണ് BJP പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ഇന്ത്യയിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ, ഈ പ്രക്ഷോഭങ്ങളൊക്കെ ഫണ്ടഡ് ആണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം കർഷക സമരം ഇന്ത്യയിലെ കത്തി ജ്വലിച്ചൊരു സമരമായിരുന്നു. ആ സമരത്തെ നിയന്ത്രിക്കുന്നത് ചില ഗൂഢശക്തികളാണ്, അത് ഫണ്ടഡ് ആണെന്നൊക്കെ BJP ആരോപിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഇടപെടലുണ്ടോ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രൊപ്പഗാൻഡ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിനെ പല രാജ്യങ്ങളും പല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ നാസി ജർമ്മനിയുടെ കാലത്ത് ജോസഫ് ഗീബൽസ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അവരുടെ പ്രൊപ്പഗാൻഡ മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പ്രശസ്തമായ ഒരു വാക്യാണ്, ഒരു നുണ 100 ആവർത്തി പറഞ്ഞാൽ അത് പൊതുജനം സത്യമാണെന്ന് വിശ്വസിക്കും. ഇത് തന്നെ റഷ്യയിലെ സോവിയറ്റ് യൂണിയന്റെ സമയത്ത് ലെനിൻ ഇത് പ്രയോഗിച്ചിരുന്നു. അവിടെ അജിറ്റ്പ്രോപ്പ് എന്ന ഒരു മിനിസ്ട്രി ഉണ്ടായിരുന്നു, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അജിറ്റേഷൻ ആൻഡ് പ്രൊപ്പഗാൻഡ. ഇവർ ചെയ്യുന്നത്, കാരണം 1917 ഒക്ടോബർ റെവല്യൂഷൻ വന്നത്. കുറെ കലാകാരന്മാരെ ഒരു ട്രെയിനിൽ, അറിയാലോ റഷ്യ ഒരുപാട് വലിയ രാജ്യമാണ്. അപ്പൊ അവിടെ ഈ ഒരു കുറെ കലാകാരന്മാർ ഒരു ട്രെയിനിൽ കയറ്റും. എന്നിട്ട് കുറെ സ്ഥലങ്ങളിൽ, ജനങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ പോയി കമ്മ്യൂണിസത്തെ അല്ലെങ്കിൽ ആ ഭരണാധികാരിയെ ഗ്ലോറിഫൈ ചെയ്ത് സംസാരിക്കും. അപ്പോൾ കാരണം ഇന്നത്തെ പോലെ ടെക്നോളജി ഒന്നുമില്ലല്ലോ, ആർക്കും പെട്ടെന്ന് ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇവർ എന്താണോ കാണിക്കുന്നത് അതാണ് സത്യം എന്ന് വിശ്വസിച്ചിരുന്ന ഒരുപാട് മനുഷ്യർ ആ കാലത്തുണ്ട്. അപ്പൊ അതാണ് ഈ പ്രൊപ്പഗാൻഡയുടെ പവർ. ഇപ്പോൾ ചൈന ആ പ്രൊപ്പഗാൻഡ ചെയ്യുന്നുണ്ട്. ചൈനയ്ക്ക് വേണ്ടി ഒരുപാട് ആൾക്കാർ ഇന്ത്യയിൽ ഇത് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് പല ന്യൂസ് ചാനൽസ് ഉണ്ട് ഇതിനു വേണ്ടിയിട്ട്. PR ഏറ്റവും കൂടുതൽ ഉള്ളത് ഇന്ത്യയിലാണ്. അതെ, ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ സ്പീച്ചിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് ദുരുപയോഗം ചെയ്ത് ചിലർ ആന്റി ഇന്ത്യ ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട്. അപ്പൊ ഏറ്റവും വലിയ അലിഗേഷൻ സോറസിനെ പറ്റി, സോറസ് ഇതുപോലെ ഇദ്ദേഹത്തിന്റെ ഈ ഫൗണ്ടേഷൻ, ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ, പലർക്ക് പല സ്റ്റൈപ്പൻഡ് അല്ലെങ്കിൽ ഫെലോഷിപ്സ് ഇതൊക്കെ കൊടുക്കും. ഇത് കൊടുക്കണ എന്തിനാന്ന് വെച്ചാൽ ഇവരുടെ ഒരു വിഷൻ ഉണ്ട്. അത് പല രീതിയിൽ പ്രൊപ്പഗാൻഡ നടത്തുക. പ്രൊപ്പഗാൻഡ എന്ന് പറഞ്ഞാൽ അറിയാലോ, അത് പല രീതിയിൽ സാഹിത്യത്തിലൂടെ നമുക്ക് ചെയ്യാം, സിനിമയിലൂടെ ചെയ്യാം, ലേഖനങ്ങളിലൂടെ നമുക്ക് പ്രൊപ്പഗാൻഡ പരത്താം, അല്ലെങ്കിൽ സ്ട്രീറ്റ് പ്ലേസ് നടത്തി ചെയ്യാം. അപ്പോൾ ഇതെല്ലാം വലിയൊരു നെറ്റ്വർക്കാണ്. ഇന്ന് ഏറ്റവും കൂടുതലും സോഷ്യൽ മീഡിയ വഴിയാണ് ഇതുകൊണ്ടുള്ള പ്രൊപ്പഗാൻഡകൾ പരത്തുന്നത്. അതിനുവേണ്ടി കൃത്യമായിട്ടുള്ള PR ഹാൻഡിലുകൾ എല്ലാ പാർട്ടികളുടെയും ഉള്ളിലുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഇടയ്ക്ക് വെച്ച് ഏറ്റവും ശക്തമായിട്ടൊരു ഇലക്ഷന് ശക്തമായിട്ടൊരു പ്രൊപ്പഗാൻഡ ഉണ്ടായിരുന്ന ഒരാളാണ് ധ്രുവ റാട്ടി. അപ്പൊ ധ്രുവ റാട്ടിയും BJP ആന്റി BJP ആയിരുന്നു. അപ്പൊ അത് കോൺഗ്രസ് ഇറക്കിയ ഒരാളാണെന്ന് BJP എപ്പോഴും ശക്തമായി പറഞ്ഞുകൊണ്ടിരുന്നു. അത് ശരിയായിരുന്നു? അത് പൂർണ്ണമായി നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം അദ്ദേഹത്തിന്റെ വീഡിയോസിൽ ചിലത് ആന്റി കോൺഗ്രസ് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അറിയാലോ, ഒരു പൊളിറ്റിക്സ് ആകുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും, കാരണം BJPയെ സപ്പോർട്ട് ചെയ്ത് കോൺഗ്രസിനെ ക്രിറ്റിസൈസ് ചെയ്യുന്ന യൂട്യൂബേഴ്സും ഉണ്ട്, രണ്ട് സൈഡിലും ഉണ്ട്. അപ്പോൾ ഇത് ഒരു ഹിന്ദിയിൽ പറയും തൂത്തുമേമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് നാച്ചുറലി അത് സംഭവിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അദ്ദേഹം അറിയാലോ, ഒരു മണിക്കൂറിൽ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വ്യൂസ്. അപ്പോൾ അറിയാലോ. പിന്നെ വേറൊരു കാര്യം, BJPയെ ക്രിറ്റിസൈസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ജെന്യൂൻ ആയിട്ട്. നമുക്ക് അതിനെ ഒപ്പോസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതൊരു ഫ്രീ ഡെമോക്രസി ആണ്. പിന്നെ ജോർജ് സോറസിനെ പറ്റി പറയുമ്പോഴത്തേക്ക്, ജോർജ് സോറസ് ബേസിക്കലി ഒരു ജൂതനാണ്. ഹംഗറിയിലാണ് ജോർജ് സോറസ് ജനിച്ചത്. അയാള് ഈ 1930 ഇപ്പോൾ ജനിച്ചത്. 1944 ഹംഗറിയിലേക്ക് നാസികൾ വന്നു. നാസി ജർമ്മനിയുടെ ആൾക്കാർ വന്നു. കാരണം അറിയാലോ, അവര് ജൂതന്മാരെ കൊന്ന് ഹോളോകാസ്റ്റ് നടത്തി ഗ്യാസ് ചേമ്പറിലിട്ട് കൊന്ന ആൾക്കാരാണ്. ഇങ്ങനെ ആൾക്കാർ വന്നപ്പോഴത്തേക്കാണ് പുള്ളിക്ക് അവിടുന്ന് മാറേണ്ടി വന്നത്. ഹംഗറിയിൽ നിന്ന് പുള്ളി മാറി, പിന്നെ ലണ്ടനിൽ പോയി പഠിച്ചു. ഇപ്പോൾ US സിറ്റിസൺ ആണ്. ഇതാണ് ഇയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്. പിന്നെ നമ്മുടെ വിദേശകാര്യ മന്ത്രി S ജയശങ്കർ ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞത്, ഓൾഡ്
റിച്ച്, ഒപ്പീനിയനേറ്റഡ് ആൻഡ് ഡേഞ്ചറസ് എന്നാണ്. ആ ലെവലിൽ വരെ ഇദ്ദേഹത്തെ പറ്റി പേടിയാണ് ആൾക്കാർക്ക്. കാരണം BJP ഇവരെ ഭയക്കുന്നുണ്ടോ? BJP ഇയാളെ ഭയക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇയാൾ ശരിക്കും ഒരു വലിയൊരു ത്രെറ്റാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ പറയാം, ഈ പല ഗ്ലോബൽ ഇൻഡെക്സസും ഉണ്ട്. ലൈക്ക് ഫ്രീഡം ഓഫ് പ്രസ്, ഒരു ലോക റാങ്കിങ് ഉണ്ട്, ഇൻഡെക്സുകൾ പല ഇൻഡെക്സുകളുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇന്ത്യ എനിക്ക് തോന്നുന്നു 130 മറ്റോ ആണ് 150 രാജ്യങ്ങളിൽ. പക്ഷേ വലിയ അബ്യൂസസ് നടക്കുന്ന പല രാജ്യങ്ങളും ഒക്കെ മുകളിലാണ്. അപ്പോൾ ഇതിങ്ങനെ പല, ഇപ്പോൾ ഹങ്കർ ഇൻഡെക്സ് ഉണ്ട്, അവിടെയും ഇന്ത്യ 116 സ്ഥാനത്താണ്. ഇങ്ങനെ എല്ലാ ഗ്ലോബൽ ഇൻഡെക്സിലും ഇന്ത്യ ഇങ്ങനെ 100-ന് താഴ്ത്ത് വരും. ഇതൊക്കെ ബേസിക്കലി മാനിപ്പുലേറ്റഡ് ആണ്. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്ക് പറയുന്നത് മാനിപ്പുലേറ്റഡ് ആണ്, നമുക്ക് പ്രശ്നമില്ലെന്ന് പറയും. പക്ഷേ ഈ ലോകത്ത് ഒരുപാട് ആൾക്കാർ ഇതിനെ മുഖവിലേക്ക് എടുത്തുന്നുണ്ട്. ബേസിക്കലി നമ്മളൊരു റെസ്റ്റോറന്റിൽ പോകണം, നമുക്ക് അറിയാൻ പാടില്ലാത്ത റെസ്റ്റോറന്റ്, നമ്മൾ എന്താ ചെയ്യാൻ പോണേ? ആദ്യം നമ്മൾ റിവ്യൂ നോക്കും. ആദ്യം നമ്മൾ റേറ്റിംഗ് നോക്കും, അത് കഴിഞ്ഞിട്ട് നമ്മൾ റിവ്യൂ നോക്കും, എന്നിട്ടല്ലേ നമ്മൾ പോകുള്ളൂ. ഇതുപോലെ തന്നെയാണ് പല ഇൻവെസ്റ്റേഴ്സ് ചെയ്യുന്നത്. ഈ മൂഡീസ്, ഫിഞ്ച് അതുപോലെ ഈ ഗ്ലോബൽ ഏജൻസികളുണ്ട്, അവർ ഓരോ എക്കോണമിക്ക് റേറ്റിംഗ് കൊടുക്കും. ഇങ്ങനെ റേറ്റിംഗ് കൊടുക്കുമ്പോഴത്തേക്ക് ഇവര് എല്ലാ രാജ്യത്തിന്റെ എക്കണോമിക് ഡാറ്റകൾ ഓരോ മാസം കഴിയുമ്പോഴും പുറത്തു വരുന്നുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ നെഗറ്റീവ് ജോബ് ഡാറ്റ, അതുകൊണ്ട് തന്നെ അതെ. അപ്പോൾ ഇവര് ചെയ്യണമെന്ന് വെച്ചാൽ, സോറസിനെ പോലുള്ള ആൾക്കാർ ചെയ്യണത്, ഇപ്പൊ ഇതുപോലെ ഇൻഡെക്സ് പറഞ്ഞല്ലോ, ഈ 100-ാം സ്ഥാനത്ത് 110, ഇതിൽ നിന്ന് ഈ ഫിഞ്ചും മൂഡീസും ഒരുപാട് കാര്യങ്ങൾ എടുക്കും, എന്നിട്ടാണ് റേറ്റിംഗ് നിശ്ചയിക്കുക. അപ്പോൾ ഇന്ത്യക്ക് നെഗറ്റീവ് റേറ്റിംഗും തൊട്ടടുത്തുള്ള ഒരു രാജ്യത്തിന് ചൈനയ്ക്ക് പോസിറ്റീവും കൊടുത്തു കഴിഞ്ഞാൽ നാച്ചുറൽ ഒരു ഇൻവെസ്റ്റർ ചൈനയിലേക്ക് പോകുള്ളൂ, ഇന്ത്യയിലേക്ക് വരില്ല. അപ്പോൾ ഇങ്ങനെ ഇക്കോണമിയെ പ്രതികൂലമായി ബാധിക്കാൻ ഈ സോറോസിനെ പോലുള്ള ആൾക്കാർക്ക് സാധിക്കും. ഇതാണ് ഈ ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ്. എക്സാക്ട്ലി, ഈ ഡാറ്റ മാനിപ്പുലേറ്റഡ് ആണ്. കാരണം നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ റേറ്റിംഗ്സ് ഉണ്ടല്ലോ, ഇത് ഒരു പ്രോപ്പർ സിസ്റ്റം ഒന്നുമില്ല. ഇവരെങ്ങനെയാണ് ബേസിക്കലി റാൻഡം ആയിട്ട്, ഇപ്പോൾ ഫ്രീഡം ഇൻഡെക്സ് ഇവർ ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു 25-30 എക്സ്പേർട്ടുകളെ കണ്ടുപിടിക്കും, എന്നിട്ട് എല്ലാവർക്കും ഒരു ചോദ്യ പേപ്പർ കൊടുക്കും. അവരാണ് തീരുമാനിക്കണേ. അത് ചിലപ്പോൾ ഇന്ത്യക്കാർ പോലും ആയിരിക്കില്ല. ഇത് ആരാണ് തീരുമാനിക്കണേന്ന് അവർ പുറത്തും വിടൂല. അപ്പൊ ഇവരാരാണ് ഇന്ത്യക്ക് ഈ സാമ്പിൾ സ്പേസ് എവിടെ നിന്നാണ് എടുക്കുന്നതെന്ന് പോലും അവർ നമുക്കറിഞ്ഞൂടാ. ഇവരത് പുറത്തു വിടില്ല. എന്നിട്ട് ഒരു ലിസ്റ്റ് മാത്രമാണ് ഇവരെ പ്രഖ്യാപിക്കുന്നത്. അത് ബേസിക്കലി അത് ഒട്ടും നമ്മൾ ഒബ്ജക്റ്റീവ് അല്ല, വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള അനാലിസിസ് ആണ്. പലപ്പോഴായിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഇതിനെതിരെ പേപ്പേഴ്സ് ഇറക്കിയിട്ടുണ്ട്, വൈറ്റ് പേപ്പേഴ്സ് ഇറക്കിയിട്ടുണ്ട്, ഇത് ട്രസ്റ്റ് വർത്തി അല്ല, അങ്ങനെ അല്ല എന്ന്. പക്ഷേ എന്നിട്ടും ജോർജ് സോറോസ് ഇതുപോലത്തെ ഏജൻസികൾ അല്ലെങ്കിൽ ഇതുപോലത്തെ റേറ്റിംഗ്സ് ഉപയോഗിച്ച് ഇന്ത്യക്കെതിരെ പണി വരാൻ നോക്കണം. പലപ്പോഴും പറഞ്ഞു വെക്കുന്നുണ്ട്, ഈ അമേരിക്ക പോലുള്ള കുത്തക രാജ്യങ്ങളാണ് ഇതുകൂട്ടുള്ള ഡാറ്റകൾ മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ രാജ്യത്തിന് വേണ്ടിയിട്ട്, അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് വിടുന്നതെന്ന്. അപ്പൊ ഈ അമേരിക്കൻ രാജ്യങ്ങൾക്ക് ഇതിൽ ബന്ധമുണ്ടായിരിക്കും ഉറപ്പായിട്ടും. ഇപ്പോ അധികാരത്തിൽ ഇപ്പൊ പ്രസിഡന്റായി ജനുവരി 20-ാം തീയതി പ്രസിഡന്റായി വരാൻ പോണ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ ക്യാമ്പയിനിലുടനീളം പറഞ്ഞൊരു വാക്കാണ് ഡീപ് സ്റ്റേറ്റ്. ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അവർ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന ആൾക്കാരല്ല, ലൈക്ക് അവിടെ പൊളിറ്റീഷ്യൻസോ ഒന്നും അല്ല, കുറച്ച് ബിസിനസ്സുകാരായിരിക്കും. അവർ കൺട്രോൾ ചെയ്യും ഒരുപാട് കാര്യങ്ങൾ, നറേറ്റീവ് എങ്ങനെ പോകണം. എക്സാമ്പിൾ പറഞ്ഞ ഈ സ്ക്യൂഡ് ഗെയിംസ് എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് നെറ്റ്ഫ്ലിക്സിൽ ഭയങ്കര ഹിറ്റായിരുന്നു. അതിനകത്ത് കണ്ടല്ലോ കുറെ ബിസിനസ്സുകാരാണ് ഈ ആൾക്കാരെ എങ്ങനെ കൊല്ലണം, അതൊക്കെ കണ്ട് ആനന്ദിക്കുന്ന കുറെ മനുഷ്യരുണ്ട്. അപ്പോ ഇവര് എല്ലാവരും, സോറോസ് ഉൾപ്പെടെയുള്ള ആൾക്കാര്, അവര് ആഗ്രഹിക്കേണ്ടത് ഒരു പുതിയൊരു ലോകക്രമമാണ്. ഒരു വരുന്നത് പറയാൻ പറ്റില്ല, നമുക്ക് അറിഞ്ഞുകൂടാ, നമുക്ക് അതിനുവേണ്ടി എവിഡൻസസ് ഇല്ല. പലപ്പോഴും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടൊരു സബ്ജക്റ്റാണ് ഇലുമിനാലിറ്റി. അപ്പൊ അമേരിക്കൻ രാജ്യങ്ങളിലാണ് ഇലുമിനാലിറ്റികൾ ഉള്ളത്, ചിലർ പറയും ഇന്ത്യയിലാണ്. കാരണം ബേസിക്കലി ഒരുപാട് കോൺസ്പിറസി തിയറികൾ ലോകത്ത് എല്ലാത്തിനെ പറ്റിയുണ്ട്. കാരണം കോൺസ്പിറസി തിയറീസ് വരുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഒരു ഇൻട്രസ്റ്റ് വരും. അതാണ് ബേസിക്കലി കോൺസ്പിറസി തിയറീസ്. പൃഥ്വിരാജ് ഇലുമിനാലിറ്റി ആണെന്ന് പറഞ്ഞു വെക്കുന്നത്, മോഹൻലാൽ ഇലുമിനാലിറ്റിയാണ്. ഇന്ത്യയിലെ യോയോ ഹണി സിംഗ് പാട്ടുകാരനുണ്ടല്ലോ, അപ്പൊ അവര് ആൾക്കാർ പറഞ്ഞത് പുള്ളി ഇടയ്ക്ക് ഇങ്ങനെ വെക്കുന്നു, ഇത് ഇലുമിനാറ്റി സൈൻ ആണ്, അത് കാരണം പുള്ളി ഇലുമിനാറ്റിയാണ്. അപ്പൊ നമുക്കറിയില്ല, ത്രികോണത്തിനകത്തൊരു കണ്ണ് വരുന്നതാണ് ഇലുമിനാറ്റിയുടെ സൈൻ എന്ന് പറഞ്ഞ് കുറെ കോൺട്രവേഴ്സികൾ ഇപ്പോഴും ഉണ്ട്. അപ്പൊ എന്തായാലും ഇയാൾ എന്താണ്, ജോർജ് സോറസ് ആരാണ്, അയാള് എന്തായിരിക്കും ഇന്ത്യയിൽ ചെയ്യാൻ പോകുന്നതെന്നെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം.